Hi everyone, my name is Dev Sajeev. I am from Kollam. ഞാനിവിടെ 2018 ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. നെക്സ്റ്റ് മന്ത് 18 ഇന്റേൺഷിപ്പ് കൂടെ കഴിയാണ്. ക്യാമ്പസ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ രാവിലെ 8 മണിക്ക് എണീക്കുന്നത് ഒരു ടാസ്ക്കാണ്. അങ്ങനെ ലേറ്റ് ആവുന്നതാണ് ഫസ്റ്റ് അവർ മിക്കപ്പോഴും കിട്ടാറില്ല. പിന്നെ പറയുകയാണെങ്കിൽ പ്രീ ക്ലിനിക്കൽ, അതിൻ്റെ വർക്ക് സബ്മിഷൻസ്, അതിൻ്റെ കാര്യത്തിനോട്ടം, സ്റ്റാഫിൻ്റെ വഹിക്കുന്ന കേൾക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ക്യാൻറ്റീൻ, ഇവിടുത്തെ ക്യാൻറ്റീനിൽ പോയിരിക്കുന്നതാണ് പകുതി മുക്കാൽ ടൈമും. വർക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓടുന്നതാണ് പകുതി മുക്കാലും ക്യാമ്പസ് ലൈഫ്. ഹോസ്റ്റൽ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് മുന്നേയും ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. ഇവിടെ വന്ന ടൈമിൽ ഇതൊരു പുതിയ ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ പുതിയ ബിൽഡിംഗ് ആകുമ്പോൾ തന്നെ അത് നല്ല ക്ലീൻ, അത് നല്ല ഫെസിലിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു 3rd ഇയർ വരെ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് അങ്ങോട്ടേക്ക് മാറി. റാഗിങ് കോളേജിൽ അങ്ങനെ റാഗിങ് ഒന്നും ഉണ്ടായിട്ടില്ല. സീനിയേഴ്സൊന്നും ആദ്യം വരുമ്പോൾ അത്ര ഫ്രണ്ട്ലി അങ്ങനൊന്നും അല്ല. ഒരു സീനിയേഴ്സിൻ്റെ ഒരു ഇത് കാണിക്കണമല്ലോ. കുറച്ച് നാൾ കഴിയും അവരൊന്ന് കമ്പനി ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് കോട്ട സബ്മിഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം വരികയാണെങ്കിൽ അവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും നല്ലതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഫാക്കൽറ്റീസാണ്. തിയറി ക്ലാസ്സസ് ഒക്കെ നന്നായിട്ട് പറഞ്ഞു തരികയൊക്കെ ചെയ്യും. ക്ലിനിക്കിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ടീവാണ്. പ്രോഗ്രാംസ് ആൻഡ് ഇവന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് അവിടെ വന്ന ടൈമിൽ ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടുത്തെ ഇന്റർ ഹൗസ് കോമ്പറ്റീഷൻസാണ്. ഇന്റർ ഹൗസ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 4 ബാച്ച് ഉണ്ടാവും. ഈ 4 ബാച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ആയിരിക്കും. ഇന്നാക്ക് ജയിക്കണം, ഇന്ന ഹൗസ് ജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എല്ലാത്തിനകത്ത് ഇൻവോൾവ് ആവുമായിരുന്നു. ഡാൻസ്, പാട്ട്, അങ്ങനത്തെ എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ഡാൻസ്, അങ്ങനെ ഗ്രൂപ്പ് ഡാൻസ്, അങ്ങനെ എല്ലാത്തിനും ഇൻവോൾവ് ആവുമായിരുന്നു. പിന്നെ ഓണപ്പരിപാടിയും നല്ല പരിപാടിയാണ്, എല്ലാവരും ഇൻവോൾവ് ആവും. ഓണത്തിന് എല്ലാവരും, സ്റ്റാഫ് ആണെങ്കിലും സ്റ്റുഡൻസ് എല്ലാവരും നല്ല രീതിയിൽ ഇൻവോൾവ് ആവുമായിരുന്നു. പിന്നെ കോളേജ് ഡേ ഒക്കെ എല്ലാ പ്രാവശ്യവും നല്ല രീതിയിലാണ് കോളേജ് ഡേ യൂണിയൻ നടത്താറ്. പിന്നെ ഈ അടുത്ത് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു. ഗ്രാജുവേഷനൊക്കെ ഭയങ്കര നല്ല പരിപാടിയായിരുന്നു, നന്നായിട്ട് തന്നെയാണ് നടന്നത്. ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യങ്ങളാണ് കോളേജിൽ ഗ്രാജുവേഷൻ. അത് ഈ കോളേജിൽ നന്നായിട്ട് ഗ്രാജുവേഷൻ പരിപാടിയൊക്കെ നന്നായിട്ട് നടക്കാറുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ഇയർ വന്നതിനേക്കാളും ഇപ്പം നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ട്. അതായത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പം ഹോസ്പിറ്റലിനുള്ളിലാണെങ്കിൽ മെഷീനറീസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ല ചേഞ്ചസ് ഉണ്ട്. അപ്ഡേഷൻസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ പേഷ്യൻ്റ് ഫ്ലോ ഫസ്റ്റ് ഇയർ വന്നതിനേക്കാളും ഒരു ഫൈനൽ ഇയർ കഴിയുമ്പോൾ തന്നെ, നമ്മൾ ഇന്റേൺഷിപ്പ് കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ പേഷ്യൻ്റ് ഫ്ലോ കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്റേൺഷിപ്പ് ടൈമിൽ തന്നെ നല്ല രീതിയിൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇറങ്ങുന്ന ടൈമിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇറങ്ങാൻ പറ്റും. എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം അന്ന് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. കാര്യം എനിക്ക് കുറച്ച് പേപ്പർ ഒരുമിച്ച് കിട്ടാനുണ്ടായിരുന്നു. അത് കിട്ടിയ ദിവസം മോസ്റ്റ് മെമ്മറബിൾ ഡേ ആണ്. പിന്നെ ഗ്രാജുവേഷൻ ഡേ, അതും ഒരു മോസ്റ്റ് മെമ്മറബിൾ ഡേ ആണ്. കാര്യം പേരൻസ് അവരെല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു ദിവസമാണ്. ഞങ്ങളാണെങ്കിലും പേരൻസ് ആണെങ്കിലും എല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു ദിവസമാണ്. അപ്പോൾ അതൊരു മോസ്റ്റ് മെമ്മറബിൾ ഡേ ആണ്. കോളേജ് 9/10.